ഹലോ ഹായ് വെൽക്കം ബാക്ക്. അങ്ങനെ ആട് ജീവിതം സിനിമ കണ്ടിരിക്കുകയാണ്. സിനിമ കണ്ടിട്ട് ഒരുപാട് ദിവസമായി, അതായത് 30 മാർച്ചിക്കാണ് സിനിമ കണ്ടത്. സോ ലേറ്റായത്, റിവ്യൂ ഇടാൻ ലേറ്റായി. ബിക്കോസ് കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് പിന്നെ വേറെ കുറച്ച് പണിയുള്ളത് കൊണ്ട് ലേറ്റായതാ. സോ ഇങ്ങനെയാണ് റിവ്യൂ ഇടാൻ വൈകിയത്. സിനിമ കണ്ടെന്ന് വെച്ചാൽ ഒരു ഗംഭീര എക്സ്ട്രോഡിനറി സിനിമയാണ്. അതായത് ഒരു ഫ്രം ദി ബിഗിനിങ് ടിൽ ദി എൻഡ് വരെ ആ നജീബ് പറഞ്ഞ ക്യാരക്ടറിൻ്റെ എമോഷന്, പിന്നെ ആ ക്യാരക്ടർ അനുഭവിക്കുന്ന ഓരോരോ കഷ്ടപ്പാട്, അതൊക്കെ മനസ്സ് ടച്ച് ചെയ്യുന്ന പോലെയാണ് എടുത്തു വെച്ചിരിക്കുന്നത് സിനിമയിൽ. സിനിമ സംവിധാനം ചെയ്തത് ബ്ലെസ്സിയാണ്. അതായത് പുള്ളി ഒരു 16 വർഷത്തിന് ശേഷമാണ് ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത്. അതേ ഈ 16 വർഷക്കാലം ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടിട്ട ഡെഡിക്കേഷൻ ഒക്കെ ഈ സ്ക്രീനിൽ കാണുന്നുണ്ട്. അത്രയ്ക്ക് നന്നായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് സിനിമേനെ. പിന്നെ കാസ്റ്റിങ്ങിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ പ്രധാന വേഷത്തിലെത്തുന്നത് രാജുവേട്ടനാണ്, പൃഥ്വിരാജ് സുകുമാരനാണ്. പിന്നെ അടുത്തതായിട്ട് ഗോകുല്, പിന്നെ ഒരു ജിമ്മി ചെൽട്ട് ഒരാളുണ്ട്, പിന്നെ അമല പോൾ ഫീമെയിൽ ലീഡായിട്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ചിലരൊക്കെ പേരറിയില്ല. മൊത്തം അറബികളൊക്കെ ഉണ്ട് സിനിമയിൽ. പിന്നെ നജീബും പറഞ്ഞ ക്യാരക്ടർ ചെയ്ത പൃഥ്വിരാജ് സുകുമാരനെ കുറിച്ചിട്ട് ഒന്നും പറയാനില്ല. എന്തോന്നും പെർഫോമൻസ് അടയത്. പുള്ളിയുടെ ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷനൊക്കെ കണ്ടിട്ട് എന്നെ ഷോക്കായി പോയി. എന്തോന്നട അത്രയ്ക്കൊരു ഡെഡിക്കേഷൻ ഇട്ടിട്ടാണ് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പുള്ളി തൻ്റെ ശരീരത്തിന് ആ ട്രാൻസ്ഫോർമേഷൻ ചെയ്തിരിക്കുന്നത്. ഒന്നും പറയാനില്ല പൃഥ്വിരാജിനെ കുറിച്ചിട്ട്, രാജേട്ടനെ കുറിച്ചിട്ട് ഒന്നും പറയാനില്ല. ഗംഭീര പെർഫോമൻസ്. ആ ആ ക്യാരക്ടറിൻ്റെ എമോഷണൽ, പിന്നെ ആ കഷ്ടപ്പാട്, ഈച്ച് ആൻഡ് എവറിത്തിങ് കാണുമ്പോൾ എന്തോ ഭയങ്കര എമോഷണലായി പോകുന്നു ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ. അത്രക്കും ഒരു ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് സിനിമയിൽ. പക്ഷേ പൃഥ്വിരാജൊക്കെ ഫിസിക്കൽ ഇൻസ്ട്രക്ടർ പിന്നെ ഡയറ്റീഷ്യൻ്റെ സഹായത്തോടെയാണ് ഫിസിക്കലി ആ മെയിൻറ്റെയിൻ ഒക്കെ ചെയ്തിരിക്കുന്നത് ബോഡീനെ. എന്നാലും നജീബിക്ക ആ കാലത്ത് ജീവിച്ച ജീവിതത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒന്നും വാക്കുകൾ തന്നെ ഇല്ല പറയാൻ. എന്തോ ഇത്രക്ക് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും ആ ടൈമിലൊക്കെ. എന്നാലും പുള്ളി ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് തവണ മരിക്കാൻ ട്രൈ ചെയ്തിട്ട് കൂടിയുണ്ട്. എന്നാൽ ഒരുപാട് കഷ്ടപ്പെട്ടാലും പുള്ളിയുടെ അന്നത്തെ ജീവിതമാണ് ഇനി എല്ലാവർക്കും ഇൻസ്പിറേഷൻ ആയത്. ഒരു സീനുണ്ട് ഈ സിനിമയിൽ, അതായത് ഈ അറബികളിട്ടില്ലേ ജുബ്ബ എന്തോ പറയുന്നില്ലേ, അത് പൃഥ്വിരാജ് ധരിച്ചിരിക്കുന്നത്. എന്നിട്ട് അതിനെ ഊരിട്ട് പോകുമ്പോൾ പുള്ളിയുടെ മൊത്തം ബോഡി കാണിക്കുന്നു. കാണുമ്പോൾ തന്നെ എന്തും ഒരു ഫുഡ് കഴിക്കാതെ എത്രയോ വർഷക്കായ പോലെ അതേപോലെ കാണുന്നുണ്ട്. അത്രക്കും തിന്നായിട്ട് കണ്ടപ്പോൾ തന്നെ എന്തോ ആയിപ്പോയി മനസ്സിൽ. അത്രക്കും ഡെഡിക്കേഷൻ ഇട്ടിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് പുള്ളിനെ കുറിച്ച് ഒരു രക്ഷയില്ല. ഹാറ്റ്സ് ഓഫ്. പിന്നെ അടുത്തതായിട്ട് ഹക്കീം പറഞ്ഞ ക്യാരക്ടർ ചെയ്ത ഗോകുൽ, പുള്ളിനെ കുറിച്ച് ഒരു അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ഇബ്രാഹിം പറഞ്ഞ ക്യാരക്ടർ ചെയ്ത ജിമ്മിനെ കുറിച്ച് ഒന്നും പറയാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആ ക്യാരക്ടറിനെ. ആ എമോഷണലൊക്കെ നന്നായിട്ടുണ്ട് അതിന്. പിന്നെ ത്രൂ ഔട്ട് സിനിമയിൽ ഈ നജീബ്, ഹക്കീം, പിന്നെ ഇബ്രാഹിം ഇവരെങ്കാട്ടി കൂടുതലായിട്ട് ഡയലോഗ്സ് ഒക്കെ ഉള്ളത് അറബികൾക്കാണ്. അവരോട് തന്നെ അവർ ഭാഷ ഒന്നും പോലും മനസ്സിലാകുന്നില്ല. എന്നാലും പക്ഷെ ഇവരൊക്കെ ഡയലോഗ്സിലും ആ എക്സ്പ്രഷനിൽ ആ എമോഷണലിലൊക്കെ നെക്സ്റ്റ് ലെവലാക്കിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് സിനിമേനെ. പിന്നെ പറയേണ്ടത് സിനിമാറ്റോഗ്രാഫി ബൈ സുനിൽ KS. മച്ചാൻ ഒരു രക്ഷയില്ല. കിടക്കാച്ച് വിഷ്വൽസ് ആണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഓരോ ഫ്രെയിംസ് ഷോർട്സൊക്കെ കാണുമ്പോൾ എന്തോ ഒരു സ്വർഗം പോലെ ഉണ്ടായിരുന്നു. അമ്മാതിരി വിഷ്വൽസ് ആണ് എടുത്തു വെച്ചിരിക്കുന്നത്. പാസ്റ്റ് പിന്നെ പ്രസൻറ്റ് സിങ്ക് ചെയ്യുന്ന ചില ഫ്രെയിംസൊക്കെയാണ്, അത് നന്നായിട്ടുണ്ട്. പിന്നെ ആ 90s കാലഘട്ടമൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ടൈമിൽ നടക്കുന്ന കഥ പോലെ ക്ലിയർ ആയിട്ട് ഫീൽ ചെയ്തുകൊണ്ട്. പിന്നെ എഡിറ്റിങ്ങിനെ കുറിച്ച് പറയണത് തന്നെ ശേഖർ പ്രസാദാണ് എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത്. അടിപൊളിയായിട്ട് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കിടിലൻ കട്ട്സൊക്കെയാണ്. പിന്നെ ഈ സിനിമയുടെ മെയിൻ പില്ലറില്ല ബാക്ക് ബോൺ വേണമെങ്കിൽ പറയാം AR റഹ്മാൻ മ്യൂസിക്കാണ്. എൻ്റെ മോനെ ആ മ്യൂസിക്, പിന്നെ അവിടെ നടക്കുന്ന സിറ്റുവേഷൻ എല്ലാം എമോഷണലി ആയിട്ട് ടച്ച് ചെയ്തുകൊണ്ടാണ്. അത്രക്ക് കിടില മ്യൂസിക്കാണ്, ഒരു രക്ഷയില്ല. AR റഹ്മാൻ കിടില മ്യൂസിക്കാണ് ഇതിൽ. എന്നാലും മലയാള സിനിമയിൽ ഒരുപാട് നല്ല നല്ല സിനിമ ഒക്കെ വന്നുകൊണ്ടുണ്ട്. നല്ല കണ്ടന്റ്, പിന്നെ നല്ല കണ്ടന്റ് വൈസ് ആയെങ്കിലും പിന്നെ ജോണർ വൈസ് ആയെങ്കിലും ഒരുപാട് നല്ല നല്ല സിനിമ വന്നുകൊണ്ടുണ്ട് ഈ വർഷം. ഇതേപോലെ ഒരുപാട് നല്ല സിനിമ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടു. സോ ആടുജീവിത സിനിമ കാണാത്തവരൊന്ന് പോയിട്ട് കണ്ടോളി. ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എമോഷണൽ ടച്ച് ചെയ്യുന്ന സിനിമയാണ്. സിനിമ കാണാത്തവരൊന്ന് പോയിട്ട് കണ്ടോളി. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ആക്കിയിട്ട് സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ആക്കി. അപ്പോൾ ബൈ, ടാറ്റാ.